2020 ലോകകപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ നാളെ ദക്ഷിണാഫ്രിക്കയെ നേരിടുകയാണ്. രണ്ടാം കിരീടമാണ് രോഹിത് ശർമ്മയുടെയും സംഘത്തിൻ്റെയും പരമമായ ലക്ഷ്യം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഈ സന്തോഷ മുഹൂർത്തത്തിൽ അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്. 140 കോടി മനുഷ്യർ കാത്തിരിക്കുകയാണ് ഈ ഫലത്തിന്. പറയൂ വിവരങ്ങൾ. തീർച്ചയായും ഒരു ജനതയുടെ ഒരു സ്വപ്നമാണ് ഏറെക്കാലത്തിന് ശേഷം ക്രിക്കറ്റിൽ ഒരു വിശ്വ കിരീടം എന്നത്. 2011 ശേഷം ഇന്ത്യക്ക് ഒരു ലോകകപ്പ് നേടാനായിട്ടില്ല. അതോടൊപ്പം തന്നെ 2013 ശേഷം ICC ടൂർണമെൻറ്റുകളിലും ഇന്ത്യക്ക് കാലിടുന്ന കാഴ്ചയാണ് കണ്ടത്. ഏറ്റവും അടുത്ത കാലത്ത് പോലും 2 ടൂർണമെൻറ്റുകളിൽ ഇന്ത്യക്ക് ഫൈനലിൽ തോൽവി നേരിടേണ്ടി വന്നു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലും ഒപ്പം തന്നെ നമ്മുടെ നാട്ടിൽ വെച്ച് നടന്ന ഏകദിന ലോകകപ്പിൻ്റെ ഫൈനലിലും ഇന്ത്യക്ക് തോൽവി നേരിടേണ്ടി വന്നു. എടുത്തു പറയേണ്ടത് ആ ഏകദിന ലോകകപ്പിലെ തോൽവി തന്നെയാണ്. 10 മത്സരങ്ങളും ജയിച്ച സെമിയിലൊക്കെ തന്നെ മുന്നേറി ഫൈനലിൽ എത്തിയ ശേഷമാണ് ഇന്ത്യ കീഴടങ്ങിയത്. അതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് മറികടക്കണമെങ്കിൽ ഇന്ത്യക്ക് ഇത്തവണ കിരീടം നേടിയേ തീരൂ. അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ. അവർക്കും ഇതുവരെ വലിയ കിരീടങ്ങളൊന്നും തന്നെ നേടാനായിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു ലോകകപ്പിൻ്റെ ഫൈനലിലേക്ക് അവരെത്തുന്നത്. ഇത്തവണ ഒറ്റ തോൽവി പോലും അറിയാതെയാണ് ഈ 2 ടീമുകളും ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഫൈനലിലേക്ക് മുന്നേറിയത്. അങ്ങനെ അപരാജിതരായ 2 ടീമുകൾ തമ്മിലുള്ള പെരും പോരാട്ടമാണ് ഫൈനലിൽ നടക്കുന്നത്. ആ മത്സരത്തിൽ ആര് അപരാജിതരായി നിൽക്കുന്നു, അതായത് ആ തോൽവിയില്ലാത്ത ആ പരമ്പര തുടരുന്നു, അവരായിരിക്കും ജേതാക്കൾ എന്നുള്ളതാണ് കാര്യം. ഇന്ത്യ വലിയ പ്രതീക്ഷകളാണ്. പ്രത്യേകിച്ച് ഇന്ന് പുലർച്ചെയാണ് ആ മത്സരം തീർന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചതോടുകൂടി ഇന്ത്യ വലിയ ആത്മവിശ്വാസത്തിലാണ്. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിനെ പോലെ വെടിക്കെട്ട് ബാറ്റർമാരടങ്ങിയ ഒരു ടീമിനെ എറിഞ്ഞിടാൻ സാധിച്ചത് വളരെ ചുരുങ്ങിയ സ്കോറിൽ എറിഞ്ഞിട്ടതോടുകൂടി ഇന്ത്യ വലിയ പ്രതീക്ഷയിലായിരിക്കുകയാണ്. ഇന്ത്യയെ ആദ്യം ഇതിനെ സഹായിച്ചത്, വലിയ സ്കോറിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോയത് നായകൻ രോഹിത് ശർമ്മ തന്നെയാണ്. രോഹിത്തിൻ്റെ 2020 ഫോമിനെ കുറിച്ചും അല്ലെങ്കിൽ 2020 ക്രിക്കറ്റിനെ രോഹിത് വേണമോ എന്ന തരത്തിലൊക്കെ തന്നെ പലരും ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ തെറ്റിക്കുന്ന തരത്തിലാണ് രോഹിത് അവസാന 2 മത്സരങ്ങളിലും ബാറ്റ് വീശുന്നത്. ഓസ്ട്രേലിയക്കെതിരെ 92, ഇന്നലെ 57. ആ 2 ഇന്നിങ്സുകൾ തന്നെ മനസ്സിലാക്കും വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ എത്രത്തോളം പ്രസക്തി രോഹിത് ശർമ്മയ്ക്ക് ഉണ്ടെന്നുള്ളത്. രോഹിത്തിൻ്റെ ആ ഇന്നിങ്സിൻ്റെ ബലത്തിലാണ് ഇന്ത്യ 171 മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇംഗ്ലണ്ടിനെ ഒന്ന് പൊരുതാൻ പോലും സമ്മതിക്കാതെ, അല്ലെങ്കിൽ നിലയുറപ്പിക്കാൻ പോലും സമ്മതിക്കാതെയാണ് ഇന്ത്യ എറിഞ്ഞിട്ടത്. 103 റൺസിന് അവരെ ഓൾ ഔട്ട് ആവുകയും ചെയ്തു. ഇനി ഇന്ത്യക്ക് മുന്നിൽ വേണ്ടത് ഒറ്റൊരു ജയത്തിൻ്റെ അകലം മാത്രം. SK സൂചിപ്പിച്ച പോലെ തന്നെ കാത്തിരിപ്പാണ് ഒരു ജനത. ഏറെക്കാലത്തിന് ശേഷം ക്രിക്കറ്റിൽ ഒരു വിശ്വ കിരീടത്തിനായി വേണ്ടി 2011 ശേഷം നമുക്കൊരു ലോക കിരീടം നേടാൻ സാധിച്ചിട്ടില്ല. രോഹിത്തും രാഹുൽ ദ്രാവിഡും വലിയ രീതിയിൽ ഈ കിരീടം അർഹിക്കുന്നുണ്ട്. സമീപകാലത്ത് 2 ഫൈനലിൽ തോറ്റ ടീമുകളാണ്. ഒപ്പം തന്നെ രാഹുൽ ദ്രാവിഡ് എന്ന ഇതിഹാസ താരത്തിന് കളിക്കാരനായി, ക്യാപ്റ്റനായി, പിന്നീട് പരിശീലകനായി 2 പതിറ്റാണ്ടിലധികം ഇന്ത്യൻ ടീമിൽ നിറഞ്ഞു നിൽക്കുന്ന ആ താരത്തിന് ഒരു അർഹിച്ച യാത്രയയപ്പ് കൂടി നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അതിന് രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും സാധിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഇന്ത്യൻ ജനത വലിയ പ്രതീക്ഷയിലാണ് ഇന്ത്യ കിരീടമെന്ന കാര്യത്തിൽ. ഓക്കെ, താങ്ക് യു. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേർന്നത്. എന്തായാലും ഈ വിശ്വ കളിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു.